ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മൾ അത് പറയുമ്പോൾ ജനങ്ങൾ പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ്. വീഴ്ചകൾ PR കൊണ്ട് മറയ്ക്കുന്ന സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഈ സർക്കാരിന്റെ ദുർഭരണം ജനജീവിതത്തെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച. 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം ഈ കേരളമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി, അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ഈ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? പക്ഷെ ഒരു കാര്യം, മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ. ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ജനങ്ങൾ പൊറുതിമുട്ടിയാണ് വിലക്കയറ്റം കൊണ്ട്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായോ? പൊന്നനിയ ശവത്തി കുത്തരുത്, ജീവിച്ചു പോട്ടെ. സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കണ്ട. 12 മാസമായി ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ഇത്രയും നിസ്സാര കാര്യങ്ങളിൽ ഒരു വിപ്ലവകാരി പതറരുത്. ഇത്തിരി പുട്ട് കഴിക്കൂ. വിശക്കുന്ന വിപ്ലവകാരികൾക്ക് വേണ്ടി റഷ്യയിലെ നമ്മുടെ സഹാവായ വ്ളാഡിമിർ പുടിൻ കണ്ടുപിടിച്ചതാണ് പുട്ട്. ഗവൺമെന്റ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ല, ശുദ്ധ പോക്രിത്തരമാണ്. വല്ല വേട്ട വിരട്ടലും വിലവേശലും ഞങ്ങളുടെ അടുത്ത് വേണ്ട. അത് മടക്കി പോക്കറ്റിലിട്ടാൽ മതി, കയ്യിലിരിക്കട്ടെ. മാധ്യമങ്ങളിൽ മാത്രമല്ല, അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. ഐഡിയ വേണം, ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിടിപ്പിക്കാം. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കി എന്നാണ് കള്ളപ്രചരണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിന് 30,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് എടുത്താണ് ചെലവാക്കിയിരിക്കുന്നത്. എന്താ വ്യത്യാസം? നിങ്ങൾക്കൊക്കെ ഞങ്ങളെ ഭരിക്കുകയും വേണം, നാട്ടുകാരുടെ പൈസയും കൂടെ നിങ്ങൾക്ക് വേണം. ഞങ്ങൾക്കൊന്ന് ജീവിക്കണ്ടേ? ബാക്കി 8,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ആ കടവും കടമെടുപ്പിന്റെ പരിധിയിൽ വരും. ജനങ്ങൾ പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളൂ. അടുത്ത വർഷം വോട്ട് ചെയ്യൂല.